വ്യൂവേഴ്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇന്നത്തേതും എൻ്റേതൊരു ചെറിയ വീഡിയോ ആണ്. കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ രാവിലെ ദോശ തന്നെയാണ് കേട്ടോ. അപ്പോൾ ദോശ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ നമ്മൾ വിരുന്ന് പോയി വന്നപ്പോൾ നമ്മളൊരു കോയിനെ കാണാണ്ടായിരുന്നില്ല. അയൽവാസിയാണ് കൂടെ അടച്ചത്. അപ്പോൾ ഒരു പറഞ്ഞു ഒരു കോഴി ഇല്ലട്ടെ 3 നിന്ന്. അപ്പോൾ നമ്മൾ കൂടാകെ പൊട്ടി പൊളിഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ അവിടെ കുറച്ച് ഓടൊക്കെ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്നും നമ്മൾ കൂടെ അടക്കാൻ പോകും. പക്ഷേ രാവിലെ കൂട്ടിലുണ്ടാവില്ല കേട്ടോ. അതിൻ്റെ ഓട്ടൻ്റെ ഉള്ളിൽ കൂടെ ഒരു പുറത്തിറങ്ങി പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കൂടെ എന്തോ ജന്തുക്കൾ വന്ന് പിടിച്ചതായിക്കാരെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഇമ്മ ഇന്ന് കുറച്ച് പൊന്തയും കാടൊക്കെ വെട്ടി ഒതുക്കാനുണ്ടായിരുന്നിട്ട് ചെടികളൊക്കെ ഇങ്ങനെ മുറ്റത്തേക്ക് തൂങ്ങി നിന്നിട്ട് അതൊക്കെ വെട്ടി ഒതുക്കണതിൻ്റെ ഇടയിൽ കോയിൻ്റെ തല വെട്ടാത്തത് ഭാഗ്യം. ആ ഒരു ചെടീൻ്റെ ഇടയിൽ ഇങ്ങനെ ഉണ്ട് മുട്ട ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ വെള്ളക്കോയി എന്നും അകത്ത് വന്ന് മുട്ട ഇടണോണ്ട് അതിൻ്റെ മുട്ട കിട്ടും. ഇതിന് കുറേ കാലമായിട്ട് ഇതിൻ്റെ മുട്ട കിട്ടലുണ്ടായിരുന്നില്ല. അപ്പോൾ സംഭവം എന്താ, കോഴി ഇവിടെ മുട്ട ഇട്ടിട്ട് അതിൻ്റെ തലേന്ന് ദിവസം ഒക്കെ കൂട്ടി കയറിയിരിക്കണം കേട്ടോ. അപ്പോൾ അന്ന് രാത്രി അത് കൂട്ടി കയറിയിട്ടില്ല. ആ മുട്ടൻ്റെ മുകളിൽ അവിടെ ഇരുന്നിക്കണം കേട്ടോ. അങ്ങനെ മുട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിക്കാണ്. അതാണ് കോഴിനെ കാണാഞ്ഞത്. വേറൊരു സംഭവം കാണിക്കാണ്ട്, നമ്മളന്ന് മൾബറിൻ്റെ കൊമ്പ് ആചാരാതെ തന്നിട്ട് കുത്തിയിട്ട് എന്ന് പറഞ്ഞല്ലോ, അതിൽ കുറേ ഉണങ്ങിപ്പോയി 2 അതങ്ങനെ പൊടിച്ച് വന്നിക്കണം കേട്ടോ. ആ കൊമ്പൊക്കെ ഉണങ്ങിപ്പോയിരുന്നു. പക്ഷെ അതിൻ്റെ അടിയിൽ നിന്ന് ഇതങ്ങനെ പൊടിച്ച് ഒരു 2 കൊമ്പുകൾ വന്നിട്ടുണ്ട്. 2 വെച്ചേന്നു. ബാക്കി കുറേ വെച്ചിരുന്നു കേട്ടോ. നമ്മൾ ആ ഭാഗത്ത് തുരുതുരാ വെച്ചിരുന്നു. കൊമ്പുകൾ ചെറുതാക്കി അങ്ങനെ 2 മൾബറിൻ്റെ തെയ്യ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വലുതായാൽ കാണാം കേട്ടോ. നല്ല വെള്ളം കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. ഇനി ദോശയിലേക്കുള്ള കൂട്ടാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി പൊടിയാൾ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും അതേപോലെ മല്ലിപ്പൊടിയും കുറച്ച് ഉലുവയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ചാണ് വെക്കുന്നത്. ഇനി ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഇനി കൂട്ടാനൊക്കെ പതിയെ അടുപ്പയിൽ കിടന്നൊന്ന് വെന്ത് കിട്ടട്ടെ. ആ ടൈമിൽ നമുക്ക് കുറച്ച് കൂട്ടുകാർക്ക് ഹായ് പറയാനുണ്ട്. ജയാസ് വെറൈറ്റി വ്ളോഗ്സിലെ ചേച്ചിക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഹായ്. പിന്നെ സുഹ്റ നിസാറിന് ഒരു ഹായ് പറയാനുണ്ട്. ഹായ്. പിന്നെ ഷില്ലൂനും ഒരു ഹായ്. അതുപോലെ ലൈക്കും കമൻറ്റും തരാതെ കാണുന്ന കൂട്ടുകാരില്ലേ, ഒപ്പം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ലൈക്ക് തരിക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കമൻറ്റ് ഇടുക. നിങ്ങൾ ഷെയർ ചെയ്യൊന്നും വേണ്ട, കമൻറ്റ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ എങ്ങനെയാണ് അവിടേക്ക് മഴയുണ്ട്? അപ്പോൾ 2-3 ദിവസമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാ ബീഫൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അതിനായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതൊന്ന് എണ്ണയിൽ താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിയിൽ പിടിച്ചിക്കണമെന്നൊക്കെയാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതാ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു. ഇനി നമ്മളെ മുതുക്കൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. റിട്ടയർഡായി പോയ ചട്ടിയാണ്. അതിനൊക്കെ 2ാമത് അടുപ്പയിൽ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇതാ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് താളിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ബീഫ് കറി റെഡിയായി. ഇനി നമുക്ക് ദോശ കഴിക്കണം. ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കളിയാക്കിയ ഒരു ചട്ടിയാണ് കേട്ടോ. കുറേ കുറ്റപ്പെടുത്തലുകൾ കേട്ട ചട്ടിയാണ്. ഇതൊന്ന് മാറ്റിക്കൂടെ, റിട്ടയർഡായി പോയിട്ടില്ലേ ഈ ചട്ടി, മുതുക്കൻ ചട്ടി, അങ്ങനെ കുറേ പേരുകൾ കേട്ട ചട്ടിയാണ്. പക്ഷേ എത്ര ആയാലും ഇത് മാറ്റി വെച്ചാലും ഇതിൽ കൊടുത്തിട്ട് തന്നെ ലാസ്റ്റ് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കൂട്ടെ. വേറൊരു ചട്ടി വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് കണ്ട അവിടെ കഴുകി അവിടെ വെച്ചിക്കണത് അപ്പുറത്ത് നിന്നാലും ഇതിൽ തന്നെയാണ് ഉണ്ടാക്കണത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുവിധം ഞങ്ങളെപ്പോലുള്ള എല്ലാവരും വീട്ടിലും ഇതേപോലത്തെ ഒരു ചട്ടി ഉണ്ടാവും എന്നാണ് കേട്ടോ തോന്നുന്നത്. ഇനിയിപ്പോൾ എൻ്റെ തോന്നൽ മാത്രമാണ്, ഉണ്ടായില്ലെങ്കിൽ എല്ലാവരും കൂടെ പറയണ്ട ഞങ്ങളെ വീട്ടിലില്ലല്ലോ എന്ന് എൻ്റെ തോന്നലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇതാ കറിയൊക്കെ റെഡിയായി. ഇനി അവിടെ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ അങ്ങോട്ട് വലിയൊരു കലത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പോയിട്ട് ദോശ കഴിക്കുകയാണ്. കോഴിക്കോടൊക്കെ ഇതമ്മ ഒരു കയറോ എന്തൊക്കെയോ വയറൊക്കെ വലിച്ച് കെട്ടിയ കണ്ട അവിടെ അങ്ങനെ പൊളിഞ്ഞു പോയിന്നിട്ടാ. അതൊക്കെ വലിച്ചവിടെ കെട്ടി കൊടുത്തിട്ട് മുട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കോഴിക്കിട്ട്. എന്നിട്ടും കോഴി ഇതിലൊന്നും ഇരിക്കാതെ കോഴി പോയിട്ട് അതിൻ്റെ പഴയ സ്ഥലത്ത് പോയിട്ടാണ് കേട്ടോ ഇരിക്കണത്. അങ്ങനെ ഈ കോഴിക്ക് അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ട്. ഇന്ന് മുട്ടെടുത്തെന്ന് കണ്ടാൽ പിന്നെ അതിൻ്റെ പൊരുന്നിന് മാറും കേട്ടോ. പിന്നെ ഇരിക്കൂല. അങ്ങനെയാണ് പെട്ടെന്ന് പൊരുത്തിന് മാറും അതിൻ്റെ. അപ്പോൾ ഇതാ കോഴി അവിടെ ഇവിടെയൊക്കെ തെണ്ടി നടക്കുകയാണ് കേട്ടോ. മുട്ടമ്മക്കൊന്നും കൂടിയില്ല. അതുകൊണ്ട് മുട്ട നമ്മൾ കൂട്ടിയിടുകയാണ്. എന്നിട്ട് അത് ഇതാ അവിടെ ഒക്കെ തെണ്ടി നടക്കണം. ഞാൻ അതിൽ വന്നിരിക്കൂല. അത് ഉഷാറായിട്ട് അവിടേക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഈ കോഴിക്ക്. ഒരു പ്രാവശ്യം എടുത്താൽ പിന്നെ ഇരിക്കൂല. ഇപ്പം നമ്മൾ അവിടെ വെക്കുകയാണ്, അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്താനും പറ്റൂല. എന്തെങ്കിലും ജന്തുക്കൾ വന്നിട്ട് ഓരോ കടിച്ചു കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ കോഴിൻ്റെ കഥകൾ.
പിന്നെ പെരുന്നാളിൻ്റെ അന്ന് വിചാരിച്ചതാണ് ഇലമൈലാഞ്ചി അരച്ചിട്ട് കയ്യിലിടണം എന്നിട്ടാ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കി നടന്നിട്ട് പിന്നെ 6 മണിയായപ്പോഴാണ് ഇലമൈലാഞ്ചി അരക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണത്. അപ്പോൾ പിന്നെ ഇരുട്ടായതുകൊണ്ട് പിന്നെ അരക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൈയിൻ്റെ പെരുന്നാക്കത്തെ ബാക്കി ഉണ്ടായിരുന്നു ഒരു ട്യൂബിൽ നിന്ന്, അത് എടുത്തിട്ട് 2 കൈയിൻ്റെ പുറത്തും അങ്ങോട്ട് വരച്ച് വെച്ചു. പിന്നെ ഫഹ്മ വന്നപ്പോൾ ഓളെ കയ്യിൽ നിന്ന് ഓൾ മൈലാഞ്ചി ഇടാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഓളേക്കുന്ന് ഒരു കൈയിൻ്റെ ഉള്ളിലും ഇട്ടു കേട്ടോ, ഒരു ഡിസൈനായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കൈയിൻ്റെ ഉള്ളിൽ ഒരു കൈയിൻ്റെ. അങ്ങനെ ഇനിയിപ്പോൾ അപ്പുറത്ത് കയ്യിൽ ഒഴിവാണ്. അപ്പോൾ അയിക്ക് ഇടാനാണ് ഇന്ന് ഇലമൈലാഞ്ചി അരക്കണത്. ഏതായാലും നമ്മൾ വിചാരിച്ചതല്ലേ ഇലമൈലാഞ്ചി അരച്ചിട്ട് ഇടണമെന്ന്. അപ്പോൾ അതങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഇലയൊക്കെ താഴത്തുണ്ട് കേട്ടോ, നമ്മളെ വീടിൻ്റെ താഴത്ത് ഇലയൊക്കെ നിറയുണ്ട്. അവിടെ പോയിട്ട് ഇലയൊക്കെ ഊരിക്കൊണ്ടുവന്നു, അമ്മിയിലൊക്കെ ഇട്ടു. അമ്മി ഇതിങ്ങനെ കളറ് കണ്ട് പെയിൻ്റ് ആയതാണ് കേട്ടോ, ഇവിടെ പെയിൻ്റ് അടിച്ചപ്പോൾ ആയതാണ് അമ്മീൻ്റെ മുകളിൽ. അമ്മി ഇതാ അമ്മിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് അരക്കലുണ്ട് കേട്ടോ, പക്ഷേ മിക്സിയിലിട്ട് അരക്കുമ്പോൾ കുറച്ച് വെള്ളം പാരുമ്പോൾ അത് വെള്ളം നല്ല അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ലൂസായി പോട്ടാ. പിന്നെ നിറയെ വെള്ളം ഈ അപ്പോൾ മൈലാഞ്ചി അരച്ചിയിൽ കൈമന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങും കൈമലിട്ടാൽ. അപ്പോൾ അതിനും നല്ലത് അമ്മയിൽ നല്ല തിക്കായിട്ട് അരച്ചിട്ട് അങ്ങനെ കയ്യിലിടണാണ്. അങ്ങനെ അതാ മൈലാഞ്ചിയൊക്കെ അരച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഫെബിയും അതേപോലെ ഋഷിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇന്നലെ വന്നപ്പോൾ പിന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വിരുന്ന് പോയിന്ന്. അപ്പം ഇന്ന് ഇതാ വന്നിട്ടുണ്ട്, ഒരു പെരുന്നാൾക്ക് വന്നതാണ് കേട്ടോ. ഇന്ന് ഒരു വൈകിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് തന്നെ എന്നെ കാണാൻ വന്നതാണ് ഓല് രണ്ടാളും കൂടെ. അപ്പോൾ രണ്ടാളെ കയ്യിലും ഇഷ്ടംപോലെ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരികയാണ്. അങ്ങനെ ഒരു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിതാ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. നിറയെ ഈച്ച ഉണ്ടാവും വീഡിയോയിൽ അവിടെയും ഇവിടെയൊക്കെ കാണുന്നത്, അത്രപ്പോലും ഈച്ച ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഇതാ ഞാൻ ഒറ്റ കൈയും വെച്ചിട്ട് ആ കയ്യിലിടുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ മൈലാഞ്ചി ഇടാനൊക്കെ. ഈ കൈക്ക് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഈ വലിയൊരു മെനക്കെട്ട ഡിസൈനൊന്നും അല്ലല്ലോ, ഒരു വട്ടം വരക്കണ് കയ്യിൽ ഇങ്ങനെ തൊപ്പിയിടുന്നു അത്രയേ ഉള്ളല്ലോ. അപ്പോൾ ഞാനിതാ അങ്ങനെ ഒരു ഈർക്കിളിയൊക്കെ കുത്തി കൊണ്ടുവന്ന് അയിമ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈച്ച പറഞ്ഞ് കണ്ട ഇഷ്ടം പോലെ ഈച്ചയാണ് കേട്ടോ, ഈച്ചൻ്റെ ഒരു ഇതായിക്കണേ. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞു. നല്ലൊരു തണുപ്പാണ് കേട്ടോ അത് കയ്യിലിങ്ങനെ കിടക്കുമ്പോൾ. അങ്ങനെ ഇതാ ഇപ്പോൾ മറ്റേത് മിക്സിയിലിട്ട് അരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കും, അരയാതെ കുറേ ഇലകളൊക്കെ കെടുക്കുന്നുണ്ടാവും കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഒലിച്ചിറങ്ങാൻ കേട്ടോ ചെയ്യുക. ഇതാവുമ്പോൾ ഇട്ട പോലെ അങ്ങനെ നിൽക്കും. അങ്ങനെ ഇതാ കുറച്ച് നേരം ഞാൻ കയ്യിലൊക്കെ ഇട്ട് വെച്ചു. അങ്ങനെ അതിൻ്റെ ശേഷം ഞാനിതാ കഴുകി കളയാണ് കേട്ടോ. അപ്പോൾ ഇതാ കഴുകണതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ കാണുന്നുണ്ട് ചുവപ്പ് കളറായത് കേട്ടോ. അങ്ങനെ ഉണങ്ങി ചുങ്ങിയപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ നല്ലതായിട്ട് ചോത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും പെട്ടെന്ന് ഇത്ര ചോക്കുന്നൊന്നും. അങ്ങനെ നല്ല ചുവപ്പ് കളറുണ്ട് കേട്ടോ മൈലാഞ്ചിക്ക്. ആദ്യമൊക്കെ നമ്മളിങ്ങനെ ഇല അരച്ചിട്ട് ഉമ്മ ഇങ്ങനെ കുറേ കൈ നിറയെ കുത്തു ഇങ്ങനെ ഇട്ട് വെക്കും കേട്ടോ. ഇപ്പം ഇങ്ങനെ ട്യൂബായതിൻ്റെ ശേഷം ഇടലില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഇടലുള്ളൂ. അപ്പോൾ കുറേ കാലത്തിൻ്റെ ശേഷമാണ് കേട്ടോ ഇപ്പോൾ മൈലാഞ്ചി ഇടുന്നത്. പിന്നെ ആരെങ്കിലുമൊക്കെ ചില വീട്ടിൽ ഉമ്മമാർക്കൊക്കെ ഉണ്ടല്ലോ, ഉമ്മാമ്മമാർക്കൊക്കെ മൈലാഞ്ചിനോട് ഇഷ്ടം. അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് ഓർക്ക് വേണ്ടിയിട്ട് ഊരി കൊണ്ടുപോകാന്നല്ലാതെ മൈലാഞ്ചി അങ്ങനെ ആരും എടുക്കലില്ല കേട്ടോ. അതിന് ശേഷം പിന്നെ പൊന്നു വന്നപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഓളെ കയ്യിൽ ഇട്ടുകൊടുത്തു. അങ്ങനെ ഇതാ നമ്മളെ മൈലാഞ്ചി കാലിയായിട്ടാണ്, വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ബാക്കി ഓള ഒരു കയ്യിൽ ഒഴിവുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളനടിയിൽ ഇട്ടെടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും മൈലാഞ്ചിയൊക്കെ ഇട്ടു. പിന്നെ രാത്രി ആയപ്പോൾ എൻ്റെ ഹൈസ് കുട്ടിക്ക് ഭയങ്കര കരച്ചിൽ, പൊറാട്ട പറഞ്ഞു കണ്ട്. അങ്ങനെ പൊറാട്ട 3 വിളിച്ച് പറഞ്ഞു കേട്ടോ, 3 വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ മയോണൈസ് അപ്പോക്കിന് ഉണ്ടാക്കി വെക്കണം. എനിക്ക് കടയിൽ നിന്ന് കിട്ടണ മയോണൈസ് തന്നെ വേണത്ര. അപ്പോൾ കടയിൽ നിന്ന് പൊറാട്ടൻ്റെ കൂടെ മയോണൈസ് കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കടയിൽ നിന്ന് കിട്ടണ പോലെ ഉമ്മ മയോണൈസ് ഇവിടെ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ഉരുളങ്കിഴങ്ങ് വേഗം വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ വേഗം പുഴുങ്ങാൻ വെച്ചിട്ട് ഒരു ചെറിയ ഉരുളങ്കിഴങ്ങ് എടുത്തിട്ട് ഇനി അതിലേക്ക് ഇതാ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ മിക്സിക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് സുർക്കിയും അതേപോലെ തന്നെ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അന്ന് നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലും ഈ ഉരുളങ്കിഴങ്ങ് പുഴുങ്ങിയതും അതേപോലെ വെളുത്തുള്ളി മാത്രം ഇട്ടിട്ട് വിനാഗിരി ഇട്ടിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു കമൻറ്റ് കണ്ടിരുന്നു കുറച്ച് പാലും കൂടെ ഒഴിച്ച് അടിപൊളിയായിക്കാരെന്ന്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്രാവശ്യം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ നമ്മൾ ഇട്ടിട്ടൊന്ന് കറക്കിയതിന് ശേഷം പിന്നെ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും അതേപോലെ സുർക്കിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി, അന്നത്തേനെക്കാട്ടി നല്ല ടേസ്റ്റുള്ള മയോണൈസ് കഴിഞ്ഞിട്ടത്. അങ്ങനെ ഐസിന് പൊറാട്ട ഒരു ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു പൊറാട്ട കിട്ടൂല, 100 ഓർഡർ ഉണ്ടായതുകൊണ്ട് കിട്ടൂല പറഞ്ഞിട്ട്. അപ്പോൾ ഐസിന് ഇവിടെ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ പിന്നെ അയാൾ എങ്ങനെയൊക്കെയോ അവിടുത്തെ മുതലാളിനോടൊക്കെ ചോദിച്ചു, അവളെ അറിയണതാണത്ര. അങ്ങനെ ഒരു 3 കിട്ടിയിട്ട് ഒരു പൊറാട്ട കിട്ടാനുള്ളൊരു പണി ലാസ്റ്റ് ചെയ്താലും ഐസുകുട്ടിക്ക് കിട്ടി. പിന്നെ രാവിലത്തെ ബീഫ് ഉണ്ടായിരുന്നല്ലോ അതും കൊടുത്തു അതിൻ്റെ കൂടെ. അവനക്ക് അങ്ങനെ ബീഫ് പറ്റൂല കേട്ടോ. ഇപ്പോൾ അത് ചെറുതാക്കി ഞാനൊന്ന് മുറിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നുള്ളി തിന്നിട്ടുണ്ട് കേട്ടോ. പൊറാട്ട കഥകളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ പൊറാട്ട തിന്നുന്ന ടൈമിലൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.